എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ ഇൻട്രോ കണ്ടല്ലോ. നമ്മളിന്ന് ഒരു ഇരുമുടി കെട്ട് നിറയ്ക്കുന്ന കാണാനായിട്ട് പോകട്ടോ. അങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ. അപ്പോൾ ചേട്ടയും കൂടെ പോകേണ്ടതായിരുന്നു. ഈ വർഷം ചേട്ടയും നീലൂട്ടൻ്റെ കന്നിക്കെട്ടും വരേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ ഈ വർഷം നടത്തുന്നില്ല. അപ്പോൾ നീലൂട്ടൻ വലിയച്ഛൻ വന്നതുകൊണ്ട് വലിയച്ഛൻ്റെ കൂടെ ചാടി കയറി പോന്നു. അപ്പോൾ ഈ പ്രാവശ്യം 3 സ്വാമിമാരെ പോയത് കേട്ടോ. ചേട്ടായി പോയില്ല. അപ്പോൾ ചേട്ടായിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ചെന്ന ഉടനെ അമ്പലത്തിൽ കയറി തൊഴുതു. അത് തന്നെ. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ തുലാഭാരം തൂക്കുന്ന ഈ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നത്. അപ്പം നീലൂട്ടൻ അത് കണ്ടപ്പോഴത്തേനും അവന് അതിൽ കയറണം, ഊഞ്ഞാലാടണമെന്നും പറഞ്ഞിട്ട് വഴക്കായിരുന്നു കേട്ടോ. പക്ഷേ അത് അങ്ങനെ ചെയ്തുകൂടെന്നാണ് പറയുന്നത്, നമ്മൾ നേർച്ച പറയാതെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ വെച്ചാൽ ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നത്. അപ്പോൾ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ നല്ല നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സന്ധ്യ സമയത്താണ് അവിടെ പോയി ഇരുന്നത്. ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് ചേട്ടായി പണ്ട് കുഞ്ഞിലേ ഓടിക്കളിച്ച് നടന്ന അമ്പലമൊക്കെ ആട്ടോ. ഇവിടുത്തെ കുളത്തിലൊക്കെ കുളിച്ചിട്ടുണ്ട്. പക്ഷെ കുളത്തിൻ്റെ ഭാഗത്തോട്ടൊന്നും നമ്മൾ പോയില്ല കേട്ടോ. അവിടെയൊക്കെ അടച്ചിട്ടേക്കുന്നത്. പിന്നെ അപ്പുറത്തൂടി അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞ്, പക്ഷെ ഞങ്ങൾ പോയില്ല. അപ്പോഴത്തേനും ഇരുട്ടിപ്പോയി. ഈ അമ്പലത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ചേട്ടായിട്ട് ചോദിച്ചപ്പോൾ ഹൗസിംഗ് ബോർഡിൻ്റെ അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയ്യപ്പൻ്റെ നടയിൽ വെച്ചിട്ട് എന്താ പറയുക, അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട് അവിടെ. അപ്പോൾ അയ്യപ്പൻ്റെ നടയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നത്. അപ്പോൾ ചേട്ടായി അതിനുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കും കേട്ടോ. തേങ്ങയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ, നെയ്ത്തേങ്ങയും എല്ലാം റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഞാനവിടെ ഒറ്റയ്ക്ക് എന്താ പറയുക, എനിക്കൊരു കൂട്ടില്ലായിരുന്നു കേട്ടോ. അവരെല്ലാവരും ഒറ്റക്കെട്ട്. ഞാൻ പിന്നെ മാറി അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നീലൂട്ടൻ ഇനി അടുത്ത വർഷം നീലൂട്ടനും ചേട്ടയും കൂടെ പോകട്ടോ. നീലൂട്ടൻ്റെ കന്നിക്കെട്ട് അടുത്ത വർഷമായിരിക്കും. അപ്പോൾ ഈ വർഷം എന്തായാലും പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളിരുന്നപ്പോൾ നീലൂട്ടനെ കൊണ്ട് തിരിച്ച് അനുചേട്ടൻ വന്നു. അങ്ങനെ വലിയച്ഛൻ നീലുവിന് ബിസ്ക്കറ്റും മുട്ടായിയും ഒക്കെ കൊണ്ടുവന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതപ്പോഴേ അവന് പൊട്ടിച്ച് കഴിക്കണം. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് കണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ വീഡിയോയിലോട്ട് നോക്കിയിട്ട് പല പല ഭാവങ്ങളും എന്താ പറയുക, പല ഇതൊക്കെയായിരുന്നു. നല്ല രസമല്ലേ അതൊക്കെ കാണാൻ, ചെറുക്കൻ്റെ കുസൃതികൾ. അങ്ങനെ ഇനി ഇരുമുടിക്കെട്ട് നിറയ്ക്കാൻ പോവാട്ടോ. ஜரையப்பா சுவாமியே ஜரையப்பா சுவாமியே ஜரையப்பா சுவாமியே சுவாமியே അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പം കനകക്കുന്നിലൊക്കെ ഒന്ന് കയറി ലൈറ്റൊക്കെ കാണണമെന്നായിരുന്നു വിചാരിച്ചത് കേട്ടോ. പക്ഷേ നീലൂട്ടൻ തിരിച്ച് വരുന്ന വഴിയിൽ
ഉറങ്ങിപ്പോയി. അതുകൊണ്ട് പിന്നെ അവ ഉറങ്ങിയതുകൊണ്ട് പിന്നെ നമ്മൾ കയറുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് നീലൂട്ട എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, കൊച്ചു കള്ളൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. ഒരുപാട് പേര് എന്താ പറയുക, എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.